അമേരിക്ക വർഷങ്ങളായി ഒളിപ്പിച്ചു വച്ചിരുന്ന അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ UFOസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു നിർദ്ദേശം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് ഞാനൊരു 10 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. മെയ് 8-ാം തീയതി, അതായത് 3 ദിവസം മുമ്പ് അത് അമേരിക്ക ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം UFOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ എല്ലാം ഒഫീഷ്യലായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് നോക്കാം. മൊത്തം 162 ഫയലുകളാണ് അമേരിക്ക ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ 120 PDF-കളുണ്ട്, 28 വീഡിയോ ദൃശ്യങ്ങളുണ്ട്, 14 ഹൈ ഡെഫിനിഷൻ ചിത്രങ്ങളുമുണ്ട്. ചന്ദ്രനിലേക്ക് മനുഷ്യരുമായിട്ട് യാത്ര ചെയ്ത അപ്പോളോ 17 ചന്ദ്രൻ്റെ ആകാശമെന്ന് പറയാൻ സാധിക്കില്ല, ചന്ദ്രനിൽ നിന്ന് കാണാൻ സാധിക്കുന്ന മുകൾ ഭാഗം അല്ലെങ്കിൽ ബഹിരാകാശം, അവിടെ കാണപ്പെട്ട UFOയുടെ ദൃശ്യങ്ങൾ മുതൽ ഇങ്ങ് ഇറാഖിൽ 2020-നും 2026-നും ഇടയിൽ അമേരിക്കയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സെൻസേഴ്സ് കണ്ടെത്തിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് ഈ 162 ഫയലുകൾ വന്നിരിക്കുന്നത്. മൊത്തം 162 ഫയലുകൾ മാത്രമല്ല, അതിൻ്റെ ആദ്യത്തെ റിലീസ് മാത്രമാണ് ഇപ്പോൾ നടന്നത്. ഇനി വരും ദിവസങ്ങൾ കൂടുതൽ തെളിവുകളും മറ്റ് വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ പങ്കുവെക്കുമെന്ന് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും PDF-കളും ഒക്കെ സാധാരണക്കാർ ചിത്രീകരിച്ചതോ അല്ലെങ്കിൽ സാധാരണക്കാർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതോ അല്ല. അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരും എൻഫോഴ്സ്മെൻറ്റ് ജീവനക്കാരും ഏജൻസികളും ഒക്കെ പല ഘട്ടങ്ങളിലായിട്ട് ശേഖരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഒക്കെയാണ്. അതായത് ഇതൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ ചിത്രീകരിച്ചവയാണ്. ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കാനും ഡേറ്റകൾ സ്വീകരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള സെൻസേഴ്സും ക്യാമറാസും ഒക്കെ തന്നെയാണ്. ഇത്രയധികം വർഷങ്ങളായി ഒളിപ്പിച്ചു വച്ചിരുന്ന ഈ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു കാരണമുണ്ടായത്? അതിൻ്റെ കാരണം ശരിക്കും ഉരുത്തിരിയുന്നത് 2023 ജൂലൈ മാസത്തിലാണ്. അമേരിക്കയുടെ മുൻ എയർഫോഴ്സ് ഓഫീസറും ഇൻ്റലിജൻറ്റ് ഓഫീസറുമായിരുന്ന ഡേവിഡ് ഗ്രൂഷ് US ഹൗസ് ഇൻസൈറ്റ് കമ്മിറ്റിയിൽ ഒരു പ്രസംഗം നടത്തി. ആളുകളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ അന്ന് ഗ്രൂഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് അനവധി തെളിവുകൾ, UFOവുമായിട്ടും ഏലിയൻസുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള അനവധി തെളിവുകൾ കാലാകാലങ്ങളായി അമേരിക്ക ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണെന്നാണ്. അത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ച ഡേറ്റകൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റയുമുണ്ട്. ഈ ഡേറ്റയൊക്കെ അദ്ദേഹത്തിന് പരിശോധിക്കാനും സാധിച്ചു. കാരണം അദ്ദേഹം അമേരിക്കയുടെ ഒരു ഒഫീഷ്യലായിരുന്നല്ലോ. ഇത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഔദ്യോഗികമായ ഹൗസ് ഇൻസൈറ്റ് കമ്മിറ്റിയുടെ മുൻപിലായിരുന്നു. ഏലിയൻസിൻ്റെ പല പേടകങ്ങളും ഇവിടെ അപകടങ്ങളിലൂടെ തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ ബയോളജിക്കലായിട്ടുള്ള ചില എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ബയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏലിയൻസിൻ്റെ അവശേഷിപ്പുകളാണ്. ഭൂമിയിലെങ്ങുമില്ലാത്ത, ഭൂമിയിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളുടെ അവശേഷിപ്പുകൾ കിട്ടിയെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത് ശരിക്കും അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ 2026 ഫെബ്രുവരി മാസത്തിൽ എല്ലാ ഫെഡറൽ ഏജൻസികൾക്കും ഉത്തരവ് കൊടുത്തു. ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുക. അത് പബ്ലിഷ് ചെയ്യാൻ അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് പബ്ലിഷായില്ല. ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡൻറ്റിന് നേരിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കേണ്ടി വന്നു. ഉത്തരവ് ശരിക്കും നേരത്തെ ഇറങ്ങിയത് തന്നെയാണ്. എന്നാൽ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇത്തവണ അദ്ദേഹം സംസാരിച്ചത്. അതിനെ തുടർന്ന് മെയ് മാസം 8-ാം തീയതി, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ആ ദൃശ്യങ്ങളും ഫയലുകളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു പുസ്തകമായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്താണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. 1972 അപ്പോളോ 17 മിഷൻ മനുഷ്യരുമായിട്ട് ചൊവ്വാഗ്രഹത്തിലേക്ക് പോയ ഒരു മിഷനാണ്. ആ മിഷൻ്റെ ഭാഗമായിട്ട് അന്ന് ഒരു ആസ്ട്രോനോട്ട് ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതിനിടയിൽ ചന്ദ്രൻ്റെ ആകാശമെന്നാണ് ശരിക്കും ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രന് ആകാശം എന്ന പ്രതിഭാസമില്ല.
ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ബഹിരാകാശത്തിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 3 വ്യത്യസ്തമായിട്ടുള്ള പ്രകാശങ്ങളെ കണ്ടു. ഈ പ്രകാശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രകാശമെല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അത് നിശ്ചലമായിട്ടുള്ള 3 പ്രകാശങ്ങളല്ല. ആ പ്രകാശം ചന്ദ്രൻ്റെ ആകാശത്തൂടെ സഞ്ചരിക്കുകയാണ്. അത് സഞ്ചരിക്കുമ്പോഴെല്ലാം കൃത്യമായിട്ടുള്ള ആ പൊസിഷനിങ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതായത് എല്ലായ്പ്പോഴും അവ തമ്മിലുള്ള ദൂരം തുല്യമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ കേട്ടറിഞ്ഞതാണ്. ഇത് ആ കാലഘട്ടത്തിൽ വലിയ സെൻസേഷനായി മാറിയ ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നത് അന്ന് അവിടെ ഇറങ്ങിയ ആസ്ട്രോനോട്ടിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ജെയിംസ് ഷ്മിറ്റാണ് അന്ന് അവിടെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇറങ്ങിയത്. അന്ന് ഒരൊറ്റ ആസ്ട്രോനോട്ട് മാത്രമാണ് ചന്ദ്രൻ്റെ പ്രതലത്തിൽ കാലുകുത്തിയത്. അദ്ദേഹം ശരിക്കും ഈ ദൃശ്യം കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, അദ്ദേഹം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ പേടകമായിരുന്നു. അമേരിക്കൻ ഏജൻസി ആ കാലഘട്ടത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അത് ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിച്ച ക്യാമറയിൽ പ്രകാശം വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്തത് കാരണം ഉണ്ടായിട്ടുള്ള 3 പ്രകാശങ്ങളാണെന്നാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ശാസ്ത്രീയമായിട്ട് നടത്തിയ പഠനങ്ങളിലൂടെ അത്തരത്തിലുള്ളൊരു റിഫ്ലക്ഷനേ ആയിരുന്നില്ല അത്. പകരം അത് 3 പ്രകാശ സോഴ്സുകളായിരുന്നു. വെറും പ്രകാശ സോഴ്സുകൾ മാത്രം അത്തരത്തിൽ സഞ്ചരിച്ചു പോകില്ലല്ലോ. ജെയിംസ് ഷ്മിറ്റിൻ്റെ റിപ്പോർട്ട് കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് വെറും 3 പ്രകാശ സ്രോതസ്സുകൾ മാത്രമായിരുന്നില്ല. അതൊരു ക്രാഫ്റ്റായിരുന്നു. അത് ചന്ദ്രൻ്റെ ആകാശത്തൂടെ പറന്നു പോയിട്ടുള്ള നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സ്പേസ് ക്രാഫ്റ്റ്. 2023 പടിഞ്ഞാറൻ US-ൽ അവിടുത്തെ ആകാശത്ത് ഓറഞ്ച് നിറത്തോടു കൂടിയ വിചിത്രമായ അത്യാവശ്യം വലിപ്പമുള്ള ഓർബിനെ കണ്ടിരുന്നു. ഓർബ് എന്ന് പറഞ്ഞാൽ സ്പിറിക്കൽ രൂപമുള്ള അല്ലെങ്കിൽ ഗോളത്തിൻ്റെ രൂപമുള്ള വസ്തുവാണ്. ആ വസ്തു അവിടെ നിശ്ചലമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇത് സാധാരണക്കാർ കണ്ടതോ ചിത്രീകരിച്ചതോ ആയിട്ടുള്ള ദൃശ്യമല്ല. 2 ഫെഡറൽ ഏജൻസ് ആയിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് ആ ഓർബിനെ കാണാൻ സോറോൻ്റെ കണ്ണ് പോലെയാണെന്നാണ്. ആ കണ്ണിൻ്റെ നടുക്കുള്ള കൃഷ്ണമണി അവിടെ ഉണ്ടായിരുന്നില്ല. സോറോൻ്റെ കണ്ണ് എന്താണെന്നറിയാത്ത ആളുകൾക്ക് ലോർഡ് ഓഫ് റിങ്സ് പരിശോധിക്കാം. ലോർഡ് ഓഫ് റിങ്സ് എന്ന സിനിമയിൽ സോറോൻ്റെ കണ്ണുണ്ട്. അതിനോട് സാമ്യമുള്ള ഒരു ഓർബിനെയാണ് അന്ന് ആകാശത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് ഏതാണ്ട് 12 മുതൽ 18 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. 18 മീറ്റർ വരെ നീളമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ചെറിയ വീടിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ഓർബായിരുന്നു അത്. അടുത്തത് മദർ ഓർബ്സ്. ഇത് ഏത് വർഷമാണ് കണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഒന്നല്ല, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഈ കണ്ടതൊക്കെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരായിരുന്നു. ആകാശത്ത് നല്ല വലിപ്പത്തിലുള്ള ഒരു മദർ ഓർബിനെ കാണും. ആ മദർ ഓർബിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ കുഞ്ഞുങ്ങളെപ്പോലുള്ള ചെറിയ ഓർബുകൾ വെളിയിലേക്ക് വരും. ഒരേ സമയം 2 മുതൽ 5 ഓർബുകൾ വരെ ഇതുപോലെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവ അതിശക്തമായ വേഗതയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സഞ്ചരിച്ചു പോകും. അങ്ങനെ സഞ്ചരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മദർ ഓർബ് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അടുത്തത് ടെക്നിക്കൽ റിസർച്ച് ടീമിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു 90 ഡിഗ്രി ടേൺ വീഡിയോ ആണ്. ആ വീഡിയോ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഒരു വെള്ള നിറത്തിലുള്ള പുള്ളിയെ അല്ലെങ്കിൽ ഒരു ബിന്ദുവിനെയാണ്. ആ ബിന്ദു 1 മണിക്കൂറിൽ ഏതാണ്ട് 120 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിൻ്റെ മുകളിലൂടെ അതിങ്ങനെ വേഗതയിൽ സഞ്ചരിച്ചു പോവുകയും പെട്ടെന്ന് തന്നെ 90 ഡിഗ്രിയിൽ അത് വളഞ്ഞു പോകുന്നു. ആ വേഗതയിൽ ഒരു കുറവും സംഭവിക്കാതെയാണ് ഇങ്ങനെ 90 ഡിഗ്രി വേഗതയിൽ വളഞ്ഞു പോകുന്നത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവിനും അത്തരത്തിൽ 90 ഡിഗ്രി വളഞ്ഞു പോകാൻ സാധിക്കില്ല. അത് എന്തെങ്കിലും തരത്തിലുള്ള വെറും പ്രകാശം മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിച്ചത് നൂതനമായിട്ടുള്ള IR സെൻസേഴ്സാണ്. IR സെൻസർ എന്ന് പറയുമ്പോൾ അത് ചിത്രീകരിക്കുന്നത് വെറും പ്രകാശത്തെയല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷനെയാണ്, അതായത് ചൂടിനെയാണ്. നല്ല ചൂടുള്ള ഒരു വസ്തുവാണ് അങ്ങോട്ട് പോയത്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകാശമോ ഗ്ലിച്ചോ ഒന്നുമായിരുന്നില്ല. അടുത്ത ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചു പോകുന്നത് ചിത്രീകരിക്കാൻ സാധിച്ചു. ഇതും IR സെൻസർ ഉപയോഗിച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ആ വസ്തു സഞ്ചരിച്ചു പോയതിന് ശേഷം ഒരു വാല് പോലെ നല്ല താപം വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു.
സാധാരണഗതിയിൽ നമ്മളൊരു റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പിന്നിലേക്ക് അതിൻ്റെ പുകയും അതിൻ്റെ തീയുമൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു ചൂടാണ് നമുക്ക് അനുഭവപ്പെട്ടത്, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അവിടെ ഒരു രീതിയിലുള്ള പുകയോ അല്ലെങ്കിൽ തീനാളമോ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിൻ്റെ പിന്നാലെ അത് പോയതിൻ്റെ പുറകിലൂടെ ഒരു നേർരേഖ പോലെ തന്നെ ചൂട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു. 1947-നും 1968-നും ഇടയിലുള്ള FBI-യുടെ പഴയ ചില ഫയലുകളും ഇക്കൂട്ടത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഓക്ക് റിഡ്ജിലാണ് ആ പ്രതിഭാസം നടക്കുന്നത്. ആകാശത്ത് നിശ്ചലമായി നിൽക്കുന്ന ഒരു വലിയ മുട്ട, വെങ്കല നിറത്തോടു കൂടിയിട്ടുള്ള ഒരു മുട്ടയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 190ഓളം അടി നീളമുണ്ട് ആ മുട്ടയ്ക്ക്. അതിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് പ്രകാശം വന്നു. ആ പ്രകാശം വന്നതിന് തൊട്ടു പിന്നാലെ അത് പൊടുന്നനെ അപ്രത്യക്ഷമായി. 2020-നും 2026-നും ഇടയിൽ ഇറാഖിൽ അമേരിക്ക ഒരുപാട് ഡ്രോണുകളും പ്ലെയിനുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ആ ഡ്രോണുകളിലും പ്ലെയിനുകളിലുമൊക്കെ ഏറ്റവും നൂതനമായിട്ടുള്ള സെൻസറുകളും ഘടിപ്പിച്ചിരുന്നു. ആ സെൻസറുകളുടെ ഡേറ്റ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. ആകാശത്തൂടെ പറന്നു പോകുന്ന അനവധി വസ്തുക്കളെയാണ് അവയ്ക്ക് ചിത്രീകരിക്കാൻ സാധിച്ചത്. അവയ്ക്കെല്ലാം ഏതാണ്ട് ഒരേ ഷേപ്പ് തന്നെയാണ്. സിലിണ്ടർ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ ഷേപ്പാണ്. നല്ല നീളത്തിൽ പോകുന്ന എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള വസ്തുക്കൾ. ഇത്തരത്തിൽ ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അത്ഭുതം ജനിപ്പിച്ചത് ബാഗ്ദാദ് ഫാൻറ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിലിണ്ടർ രൂപത്തിലുള്ള വസ്തുവായിരുന്നു. അതിന് ഒരു രീതിയിലുള്ള ചിറകോ എഞ്ചിനോ ഒന്നുമില്ല. എന്നാൽ അത് നല്ല വേഗതയിൽ ആകാശത്തൂടെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു റീപ്പർ ഡ്രോണിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരുന്ന നൂതനമായ IR സെൻസർ ഉപയോഗിച്ചിട്ട് 2022 മെയ് മാസത്തിലാണ് ഇത് ചിത്രീകരിച്ചത്. 2023-നും 2025-നും ഇടയിൽ ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് അവിടുത്തെ ആകാശത്തുകൂടെ നല്ല വേഗതയിൽ കുറേയധികം മെറ്റാലിക് സ്പിയറുകൾ സഞ്ചരിച്ചിരുന്നു. ഓരോ മെറ്റാലിക് സ്പിയറിനും വ്യത്യസ്തമായിട്ടുള്ള വലിപ്പമാണ്. 3 അടി മുതൽ 9 അടി വരെ വലിപ്പമുണ്ടായിരുന്ന സ്പിയറുകൾ ഇങ്ങനെ യാത്ര ചെയ്തു പോയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്നോ എവിടെയാണ് ഇത് എത്തിച്ചേർന്നതെന്നോ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്നോ ഇത് ആരാണ് വിക്ഷേപിച്ചതെന്നോ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വെറും പ്രകാശമോ അല്ലെങ്കിൽ വെറും താപമോ ഒന്നുമല്ല. EO/IR സെൻസേഴ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ദൃശ്യവും ചൂടുകൊണ്ട് അറിയാൻ സാധിക്കുന്ന ദൃശ്യവും ഇതിലൂടെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആ വസ്തുവിൻ്റെ ചൂടിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ അത് വെളിയിലേക്ക് പുറന്തള്ളുന്ന പ്രകാശത്തെയും കാണാൻ സാധിക്കും. ഈ 2 സെൻസേഴ്സിൻ്റെ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ആ ഒരു ഇമേജ് ചിത്രീകരിച്ചത്. ഗവേഷകർക്ക് ഇപ്പോഴും അത്ഭുതമാകുന്ന ഒരു ഫാക്റ്റ് ഉണ്ട് ഇതിൽ. ആ ഗോളത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്പിയറിന് ശരിക്കും വലിയ താപമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പിന്നാലെ പോകുന്ന അതിൻ്റെ ട്രെയിലിന്, അതായത് അത് വെളിയിലേക്ക് പുറന്തള്ളുന്ന അതിൻ്റെ ഫ്യൂംസ് ആയിരിക്കണം, അതിന് നല്ല താപമുണ്ട്. ഇത് ശക്തമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ആ വസ്തു ശരിക്കും ഒരുപാട് ചൂട് സൃഷ്ടിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള ചൂട് സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ചൂടുണ്ട്, പക്ഷേ ആ ചൂട് താരതമ്യേന അതിൻ്റെ വേഗത വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഏതാനും ചില ഡേറ്റകൾ മാത്രമാണ്. ഇത്തരത്തിൽ അനവധി റിപ്പോർട്ടുകളും ഇമേജസും വീഡിയോ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ റിലീസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ വേറെയും പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങളുണ്ട്. വരും ദിവസങ്ങൾ അതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ വീഡിയോ ദൃശ്യങ്ങളും ഫയലുകളുമൊക്കെ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ വിശദീകരണവുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.